സന്തോഷേട്ടാ. നമസ്കാരം 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 നമസ്കാരം. ഇതാണ് സന്തോഷേട്ടാ. നമസ്കാരം. ഞാനും നമസ്കാരം. ഞങ്ങൾ ഇവിടെ ഒന്ന് കണ്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വന്നതാ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, എന്തായാലും കാണാത്ത കുറെ പുതിയ സാധനങ്ങളുണ്ട്. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വർഷം 1.5 വർഷം കൊണ്ട് ശരിക്കും കൂടുതലായിട്ട് മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ സന്തോഷേട്ടാ, വെൽക്കം ടു മൂവി വേൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാല്ലേ? തീർച്ചയായിട്ടും. കുപ്പിയുടെ പല വെറൈറ്റി ഉണ്ട്. മദ്യക്കുപ്പികൾ കുറെ വെറൈറ്റി ഉണ്ട്. കൂടാതെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ തന്നെ സോഡയുടെ തന്നെ പഴയ ആദ്യ ടൈപ്പുള്ള സോഡകളുണ്ട്. പിന്നെ ക്ലിപ്പ് സോഡയുണ്ട്, വട്ട് സോഡയുണ്ട്. പിന്നെ ഇത് കണ്ടോ, അത് കുപ്പിയാ, മറ്റേ മദ്യക്കുപ്പി തന്നെ. നീ ഇതെന്തറിയോ, ഇത് പാല് കുടിക്കുന്ന കുപ്പിയാ. ഇതിന്റെ അടിവശം കണ്ട ഒരു ഇങ്ങനെ സാധനം എന്തിനാന്നറിയോ, കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകത്തില്ല. അപ്പൊ ഇതേ കൂടി ഇങ്ങനെ പാല് കുടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അന്ന് എല്ലാം വളരെ കൃത്യമായിട്ടാ ചെയ്യുന്നത്. ഇത് ഒരു പൂക്കൊട്ട പോലെ പോലെ, പക്ഷെ ഇത് പിത്തള വെട്ടി വരിഞ്ഞേക്കുന്നതാ. ഇത് ഏകദേശം ഒരു 100 ദിവസത്തിൽ കൂടുതൽ പണിയെടുത്ത് കാണും. ഇത് ഊതി വീർപ്പിക്കുന്ന കുപ്പിയായത്. ഇത് ഊതി വീർപ്പിക്കുന്ന കുപ്പിയാ. പണ്ട് കാലത്ത് കുപ്പി ഊതിയായിരുന്നു വീർപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അതേ സിസ്റ്റം വെച്ച് തന്നെ പല മെഷീൻ വെച്ച് വീർപ്പിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമുക്ക് കാണാം. ഇവിടെ എല്ലാവരും വന്നിട്ട് നോക്കുന്ന ഒരു സാധനമാണ്. ഇത് നമ്മള് കുപ്പിക്കകത്ത് നമുക്ക് വർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് ഒരു സംഭവം. ഇത് വിയറ്റ്നാമിന്റെ ഒരു മദ്യമാണ്. ഈ മദ്യത്തിനൊക്കെ പ്രത്യേകത, ഇതിനകത്ത് 2 പാമ്പ് ഒരു തേളുവേ ഉള്ളൂ. ഇത് ഇതിനകത്ത് മദ്യമാണ്. ഇത് അവര് പല ഇതിനകത്ത് മരുന്നുകളുണ്ട്, ആയുർവേദ മരുന്നുമുണ്ട്. അപ്പൊ ഇതിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചാൽ ഗുണം കൂടുതലായിരിക്കാം. ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല. ഇത് കുടിച്ചാല് ശരിക്കും മദ്യം തന്നെ. അതിനകത്ത് എന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം കാണും. രണ്ടാമത്തെ കാര്യം, ഇതിനെ വറുത്ത് തിന്നുക ചെയ്യുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ മദ്യമൊക്കെ കുടിക്കുന്നവര് സാധാരണ അച്ചാർ തൊട്ടതൊക്കെ കഴിക്കത്തില്ലയോ, അതിന് പകരം അവര് അത് കറക്റ്റ്. അപ്പൊ അത് ഉൾപ്പെടെ ഇനി വരുക. ഇത് വറുത്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഏലക്ക, ഗ്രാമ്പൂ കിടപ്പുണ്ട് കേട്ടോ. പല സാധനങ്ങളും കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു വിയറ്റ്നാമിന്റെ ആണ് പേരൊക്കെ ഇതിലുണ്ട്. വിയറ്റ്നാമിന്റെ മദ്യമാണ്. 28,000 രൂപ ഇന്ത്യൻ വില വരും അവിടെ. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ വില എനിക്ക് അറിയത്തില്ല. ഇതൊരു 10-15 വർഷത്തിൽ കൂടുതലായതാ നമുക്കിവിടെ കിട്ടിയത്. അതുപോലെ തന്നെ ഇതും അങ്ങനെ ഈ കുപ്പി പൊട്ടിക്കാതെ ചെയ്തൊരു സാധനമാണ്. പിന്നെ ഇങ്ങോട്ട് മേടിച്ചാ ചെയ്യുന്നത്. ഇത് കഴഞ്ചിക്കോൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇതിന് വെള്ളിക്കോലിന്റെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു കബോർഡാ, കിച്ചൺ കബോർഡാ. ഈ സാധനമേ ഉള്ളൂ. ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കിച്ചൺ കബോർഡായി. ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയാണ് ഒരു 5-6 ലക്ഷം രൂപ മുടക്കുന്നത്. അത് തന്നെ. ഇവിടെ അങ്ങോട്ടെല്ലാം അളവ് പാത്രങ്ങൾ, സാധനങ്ങൾ. ഈ ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാനൽസിൽ ചേട്ടന്റെ മുഖം ഇങ്ങനെ കാണാൻ പറ്റും. എപ്പോ തൊട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് തുടങ്ങിയത്? ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് പത്രങ്ങളിലും TV ചാനലുകളും, പത്രങ്ങളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് TV ചാനലുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നാണ് സോഷ്യൽ മീഡിയ. എനിക്ക് തോന്നുന്നു 10 വർഷം 12 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് തുടങ്ങിയ കാലം തൊട്ട് ഞാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യ കാലത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തൊട്ട് ഫേസ്ബുക്കിൽ നമ്മളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ചാനലിൽ വന്ന് ഇപ്പൊ നമ്മുടെ ഡയൽ കേരള എന്ന് പറഞ്ഞൊരു ചാനലിലേക്ക് മാത്രത്തിലേക്ക് വന്നു. എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാ ചാനലിലും വരാറുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാ. ഇപ്പൊ നമുക്ക്, ഞാൻ ആദ്യം തന്നെ ഇദ്ദേഹം ചോദിച്ചില്ലേ എന്താണ് ഈ ഫ്രീ ആയിട്ട് നടത്തുന്നുള്ള ഗുണം എന്താണ്. അപ്പൊ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് വന്ന് കാണാനുള്ള. ഇപ്പം ഈ ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരും. അവർക്ക് പൈസ വളരെ കുറവായിരിക്കും, പാവപ്പെട്ട കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് സ്കൂളിൽ കൊടുക്കാനും പൈസ കാണത്തില്ല. അപ്പൊ അവര് ഇഷ്ടം പോലെ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അവർക്ക് പൈസ ഇല്ലെന്ന് പറയുമ്പോൾ അവർ എല്ലാ വർഷവും വരും. ഒരു സ്കൂളിൽ നിന്ന് തന്നെ 10 ക്ലാസ് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 വട്ടമായിട്ട് വരും, പൈസ ഇല്ലാത്തോണ്ടേ. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, അവർ കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്, റേഡിയോ ഉണ്ട്, ക്യാമറ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പാടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ചില വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരെ വിളിച്ച് എങ്ങനെയാ എന്താ പറയാ, മെയിൻറ്റെയിൻ ചാർജ് ഒക്കെ ഒരുപാട് വരും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റു കാര്യങ്ങൾ, ഇപ്പൊ എനിക്കൊരു ഏകദേശം ഒരു 10-75 പേരുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ പിന്നെ ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാലേട്ടന് ഞാൻ ഒരു മരുന്ന് വീട് വെച്ച് കൊടുത്തായിരുന്നു. അപ്പൊ അത് കൂടാതെ പിന്നെ അതിന്റെ മരുന്ന് വീട്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഈ റിസോർട്ടുകൾ, ഈ കിണറുകൾ ഒരു 27ഓളം മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാട്ട് പാടുന്ന കിണർ, ഗ്രാമഫോണുള്ള കിണർ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ പിന്നെ പാറ്റൻ ടാങ്ക് പോലുള്ള കിണർ, ഇങ്ങനെയുള്ള കിണറുകളൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ വർക്കിന്റെ വരുമാനം. പിന്നെ അല്ലാതെ നമ്മൾ പല പരിപാടികളും ചെയ്യുന്നതിന്റെ വരുമാനം മൊത്തം നമ്മൾ ഇതിലേക്കും കൂടെ ആക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് മുന്നോട്ട്. പിന്നെ ഇത് എക്സിബിഷൻ ചെയ്യും, പല സ്ഥലങ്ങളിൽ എക്സിബിഷൻ ചെയ്യും. അപ്പൊ എക്സിബിഷനിൽ കിട്ടുന്ന പേയ്മെന്റ് കൂടെ നമ്മൾ ഈ ഒരു വർക്കിലേക്ക് മാറ്റും. അപ്പൊ അങ്ങനെയാണ് ഇത് ഓടിക്കുന്നത്. 13.5 വർഷം കൊണ്ട് നമ്മൾ ഇത് മ്യൂസിയമായിട്ട് ഓടുക. അത് തുടങ്ങിയപ്പോ ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നിട്ടുള്ള സാധനങ്ങൾ
ഇഷ്ടപ്പെട്ട് കൊണ്ടുവച്ചത് ഇപ്പൊ ഉള്ളത് കേട്ടോ. ഞാൻ നേരത്തെ വെച്ചത് ആദ്യം കൊണ്ടുവച്ചതാ. ഇപ്പൊ ഇഷ്ടപ്പെട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിളക്കുകള്, പിന്നെ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ടു പഠിക്കേണ്ട സാധനം തന്നെ. അപ്പൊ ആ ക്യാമറ എന്താണെന്നും ക്യാമറയുടെ ബുദ്ധിമുട്ട് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ക്യാമറ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വരത്തില്ല, ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കത്തില്ല. അപ്പൊ ക്യാമറ കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ക്യാമറ കണ്ടുപിടിച്ചാരാ നമ്മൾ അറിയുന്നില്ല. അപ്പൊ അത് അറിയണമല്ലോ. പിന്നെ ആദ്യത്തെ ക്യാമറമാൻ എന്ത് കഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ ഫിലിം കഴിവണം, അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. പടം എടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു പടം തെളിഞ്ഞെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാമറ. ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ. പഴയതും പുതിയതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമറകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. ഇപ്പൊ നമ്മുടെ സായികുമാർ സാർ ഇവിടെ വന്ന് സെയിം സാധനം ഇതേപോലെ തന്നെ ചെയ്തു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നല്ലതായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടില് ഫോൺ ഉണ്ടായിരുന്നു. അതിങ്ങനെ കറക്കുന്ന രീതി, ഓരോ സ്റ്റെപ്പ് പറഞ്ഞു. അപ്പൊ ഈ നമ്പറില്ലെന്ന്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. കാരണം പഴയ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാധനമില്ലയോ പഴയ കാലത്ത്. ലാലേട്ടനായാലും എല്ലാവരും സിനിമയിലെ ഏറ്റവും പ്രധാനമായിരുന്നു ഇത് കാണുമ്പോൾ. ഇപ്പൊ ബിന്ദു ചേച്ചിയും സായികുമാരേട്ടനൊക്കെ വന്നപ്പോ ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഒരു രണ്ടുപേര് പിടിച്ചൊക്കെ ആയിരുന്നു എഴുന്നേക്കുന്നത്. അപ്പൊ അത് നമ്മള് പോയി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ വന്നതും. അവിടുന്ന് അദ്ദേഹത്തിന് 29 ദിവസം കിടന്ന് ഇപ്പൊ ഓടുന്ന വീഡിയോ നമ്മളെടുത്ത്. അപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയ ഇപ്പൊ അദ്ദേഹത്തിനെ ശരിക്കും ആൾക്കാര് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 9 മണി തൊട്ട് 1:30 വരെ ഇദ്ദേഹം ഇവിടെ നടന്നു കണ്ട്, ഒറ്റയ്ക്ക് ഒരാള് പിടിക്കാതെ സംസാരിച്ചിട്ടുണ്ട്. നടന്നു വരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോഴേക്കും ഞാൻ നോട്ട് ചെയ്തു. കാരണം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നടനല്ലയോ. നടൻ എന്ന് പറയുമ്പോൾ വില്ലനായിട്ടായാലും അല്ലാതൊക്കെ ആയാലും ഇഷ്ടപ്പെടുന്ന ഒരു നടനാ. അപ്പൊ അദ്ദേഹത്തിനൊരു നല്ല കാര്യം വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ആ സന്തോഷത്തിലാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് നോക്കിയാലേ, ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്തൊരു കടയുടെ നോട്ടീസാണ് അന്നത്തെ 1983 ഒരു കടയുടെ ഉദ്ഘാടനമാണ്. അതിനകത്ത് താഴെ എഴുതിയേക്കുന്നത് ട്രാൻസിസ്റ്റർ ഉള്ള ഏക ചായക്കട എന്ന് പറഞ്ഞാൽ റേഡിയോ, വാൽവ് റേഡിയോ ഉള്ള ഏക ചായക്കട. ഇപ്പൊ നമ്മൾ പറയുമല്ലോ വൈഫൈ ഉള്ള ഹോട്ടല് എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടാണ് അന്ന് പറയുന്നത്. അന്നത്തെ ഉദ്ഘാടനത്തിന് നോട്ടീസ് ആയത്. ഇനി തൊട്ടപ്പുറത്ത് പടമുണ്ട്, അന്നത്തെ ഫോട്ടോ ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ തിരുവിതാംകൂറിന്റെ പണമാണ്. ഇപ്പൊ നമ്മൾ പണക്കാരൻ എന്നൊക്കെ പറയത്തില്ലയോ, അയാൾ വലിയ പണക്കാരനാ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടായത് ഈ പണത്തിൽ നിന്നാ. ഇത് പല വർഷങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് കാലത്ത് ടോപ്പ് സംഭവമാണ്, ഭയങ്കര പൈസയാ എന്ന് പറഞ്ഞാൽ. ഇത് വെള്ളിയിലാണ്. ഇത് കൊണ്ട് കൊടുത്താൽ ഒത്തിരി സാധനങ്ങൾ കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു നാണയമാണിത്. ത്രാസ് തൂക്കാൻ പഴയ കാലത്ത് ഇത് മുടി പോയിക്കാൻ ഉപയോഗിച്ചൊരു സാധനം, പണ്ട് മുടി പോയിക്കുന്നത്. ഇനി അപ്പുറത്തെ അന്യൻ സിനിമയില്ലയോ, അതിനകത്തൊരു ആയുധം കാണിക്കുമല്ലോ. അന്യൻ ഒരു ഓർമ്മ കാണിക്കും പുള്ളി കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ആയുധം ഇതേപോലത്തെ ഒരു ആയുധമാണ്. ഇത് ചെമ്പും ഇരുമ്പുവാ. അന്യന്റെ അല്ല. ഇനിയിപ്പം ഇത് കട്ട് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ പറയാം ഇത് ഇങ്ങനെ സംഭവം ശിലാസന്തോഷ് പറഞ്ഞു. അല്ല, നമ്മൾ പറയണോണ്ട് കുഴപ്പമില്ല. അന്യന്റെ വേറെ വേറെ അതെ.